സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിർത്തി മേഖലയിലെയും ജമ്മുകാശ്മീരിലെയും സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്തി. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാനും യോഗത്തിൽ നിർദ്ദേശം. ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീരിലും ജമ്മു മേഖലയിലും ഭീകര സാന്നിധ്യം കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ പ്രത്യേക യോഗം വിളിച്ചത്. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, NIA ഡയറക്ടർ ജനറൽ സദാനന്ദ ഡേറ്റ്, BSF മേധാവി ദൽജിത് സിംഗ് ചൌധരി കൂടാതെ ജമ്മു കശ്മീർ ചീഫ് സെക്രട്ടറിയും DGPയും യോഗത്തിൽ പങ്കെടുത്തു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശൈത്യകാലത്തിൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം വിശദമായ അവലോകന യോഗം ചേരുന്നത്. അതിർത്തി മേഖലകളിൽ നടപ്പാക്കുന്ന റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ചും യോഗം വിലയിരുത്തി. ജനം, ഡൽഹി. ജമ്മുകാശ്മീരിൽ വൻ ഭീകരവേട്ട. കുൽഗാമിൽ 5 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്ക്. സൈന്യം മേഖലയിൽ നടത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. വനത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് സെർച്ച് ഓപ്പറേഷൻ തുടങ്ങിയത്. ഒളിച്ചിരുന്ന ഭീകരർ ഇന്ന് പുലർച്ചെ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. 2 സൈനികർക്കും പരിക്കേറ്റു. സൈന്യം വധിച്ച ഭീകരരിൽ നിന്നും വൻ സ്ഫോടക വസ്തുക്കളും തോക്കുകളും പിടിച്ചെടുത്തു. രാഷ്ട്രീയ റൈഫിൾസും CRPFും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. ഇനിയും ഭീകരർ വനത്തിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രദേശത്തേക്ക് കൂടുതൽ സുരക്ഷാ സേനയെത്തി. ജനം, ഡൽഹി.